ഹായ് ഹലോ മൈ ഹാപ്പിനെസ് പ്ലേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇടിയൻ ചന്ദൻ്റെ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഉടുപ്പി ഭവനിൽ നിന്ന് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, നെയ് റോസ്റ്റ്, പൂരി എന്നിവയൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു സ്ഥലം കാണാൻ പോവുകയാണ്. ആ സ്ഥലത്തിൻ്റെ പേരാണ് അയ്യപ്പൻമുടി. കോതമംഗലത്തിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു വ്യൂ പോയിൻ്റാണ് ഈ അയ്യപ്പൻമുടി എന്ന് പറയുന്നത്. അപ്പോൾ അയ്യപ്പൻമുടിയിലെ വിശേഷങ്ങൾ കാണാം. ഇതാണ് അയ്യപ്പൻമുടിയിലെ സഞ്ചാരികളുടെ ശ്രദ്ധയ്ക്ക്. അയ്യപ്പൻമുടിയുടെ ആ ബോർഡ് വെച്ചിരിക്കുന്നതാണ്. ഇവിടെയൊക്കെയാണ് നമ്മുടെ വാഹനമൊക്കെ പാർക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു വഴിയിലൂടെ നടന്ന് പോകണം. ഇവിടെ ഓഫ് റോഡിംഗ് ഒക്കെ കുറച്ച് പേരെന്തോ ചെയ്തത്, അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്ന ബോർഡാണ് ആ മറ്റേ ബോർഡ്. അപ്പോൾ ഇവിടെ നിറച്ചും പൈനാപ്പിളൊക്കെ നട്ട് വെച്ചിരിക്കുകയായിരുന്നു. പൈനാപ്പിളിൻ്റെയൊക്കെ കൃഷിയിടത്തിൻ്റെയൊക്കെ സൈഡിലൂടെയുള്ള റോഡിലൂടെ നമ്മൾ പോവുകയാണ്. ഇതാണ് അയ്യപ്പൻമുടിയിലേക്ക് നമ്മൾ കയറി പോകുന്നത്. ഒരു വലിയ മലയാണ്. മല നമ്മൾ കയറണം. കയറുന്ന വഴിക്ക് ഒരു ചേച്ചി ഇരിക്കണുണ്ടോ, ഒരാടിനെയൊക്കെ പിടിച്ചുകൊണ്ട്. മേരി ചേച്ചി എന്നാണ് പേര്. ഈ ചേച്ചി നന്നായിട്ടൊരു കവിതയൊക്കെ എഴുതിയിട്ടുണ്ട്. വീഡിയോയുടെ അവസാനം ആ കവിത ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മലയൊക്കെ ഇങ്ങനെ അള്ളിപ്പിടിച്ചൊക്കെ കയറുകയാണ്. കുറച്ച് മല മുകളിലേക്ക് കയറാനുണ്ട്. എന്നാൽ ഈ അയ്യപ്പൻമുടിയിൽ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂരിഭാഗം ആൾക്കാരും വരുന്നത് സൺസെറ്റ് കാണാൻ വേണ്ടിയാണ്. അയ്യപ്പൻമുടിയുടെ മലയുടെ മുകളിൽ കയറി നിന്ന് നമുക്ക് സൺസെറ്റ് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഒരു അമ്പലം കൂടിയുണ്ട്. നല്ല അതിമനോഹരമായ വ്യൂ ആണ് ഈ അയ്യപ്പൻമുടിയുടെ മുകളിൽ കയറി നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത്. ഞങ്ങൾ കുറച്ച് കയറിയിട്ട് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മലയുടെ മുകളിൽ ഒന്ന് ഇരിക്കുന്ന സീനാണിത്. അവിടെ ഒരു വാട്ടർ ടാങ്ക് ഉണ്ട്. അതിനകത്ത് പൈപ്പ് കണക്ഷനൊക്കെ ഇട്ടിട്ടുണ്ട്. താഴെയുള്ള വീടുകളിലേക്കും എല്ലാം വെള്ളം എത്തിക്കുന്ന ഒരു വാട്ടർ ടാങ്കാണെന്ന് തോന്നുന്നു. ഇതാണ് അമ്പലം. അവിടെ ഞങ്ങൾ പോയതും വൈകുന്നേരമായിരുന്നു. സൺസെറ്റൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. കുറച്ച് നേരം കൂടെ കഴിഞ്ഞാലാണ് സൺസെറ്റ് കൂടുതലും നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഒത്തിരി രാത്രി ആവുന്നതിന് മുമ്പ് മലയുടെ താഴത്തേക്ക് ഇറങ്ങിപ്പോന്നു. ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആടുകളൊക്കെ പോകുന്നുണ്ട്. അതിമനോഹരമായ വ്യൂ ആണ്. അവിടെ ഒരു കാൽപാദത്തിൻ്റെ ഷേപ്പിലാണ് അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കിടക്കുന്നത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത്. ഇതാണ് അമ്പലം. അമ്പലത്തിൽ എന്തോ ചെറിയൊരു അമ്പലം കൂടി അവിടെ ഉണ്ടാക്കുന്നുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ അവിടെ സീരിയൽ ഷൂട്ടിങ് എന്തോ അമ്പലത്തിൽ സീരിയൽ ഷൂട്ടിങ്ങൊക്കെ നടത്തിയിട്ട് മറ്റേ കല്യാണം കഴിക്കുന്ന മാലയൊക്കെ ഇല്ലേ, തുളസി മാലയോ, അതൊക്കെ ആ മരത്തിലിങ്ങനെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അയ്യപ്പൻമുടിയുടെ താഴത്തേക്ക് നമ്മൾ ഇറങ്ങി വരുന്ന രംഗമാണിത്. ഇനി നമുക്ക് മേരി ചേച്ചിയുടെ കവിത കേൾക്കാം. ടൂറിസം മേഖല കാണുവാൻ പോരുന്നു, ഭൂതത്തൻ കെട്ടു കാണാൻ. പണ്ടുള്ള കാലം നെച്ചിപ്പാടം പണിയിച്ച പുഴവട്ടം കെട്ടിയ പാലമാണ്. വള്ളത്തെ കയറുവാൻ ബോട്ടിലിരിക്കുവാനുള്ള സൗകര്യമാവിടെയുണ്ട്. മീനെ പിടിക്കുവാൻ മുങ്ങിക്കുളിക്കുവാനുള്ള സൗകര്യമാവിടെയുണ്ട്. പുള്ളിമാനും പിന്നെ മ്ലാവും കുരങ്ങുകൾ, ഭൂതത്തൻ കെട്ടിൻ്റെ ഭൂപടവും, പൂവിലെ പൂന്തേൻ നുകരുന്ന പൂമ്പാറ്റ് കൂട്ടവും ഭൂതത്തൻ കെട്ടിയിലുണ്ട്.
പാലത്തിൻ്റെ താഴുഭാഗത്തായിട്ടൊരു ഭൂതത്താൻ കെട്ടിയ കെട്ടതുണ്ട്. അർദ്ധരാത്രി ഭൂതം കെട്ടിയ നേരത്ത് തൃക്കാരപ്പൻ കോഴിയായി കൂകി. തൃക്കാരപ്പൻ കോഴിയായി കൂകിയില്ല എങ്കിൽ തൃക്കാരപ്പൻ്റെ നട മുങ്ങിപ്പോകും. പണ്ടുള്ള കാർന്നോന്മാർ പറയുന്ന ഐതിഹ്യമാം മനസ്സിൽ തോന്നിയൊരു കാര്യമല്ല. ഭൂതത്താൻ കെട്ടിനു പോകുന്ന വഴിയായി അയ്യപ്പൻ മുടിയെന്നൊരു പാറ മൂടി. ഇലവും പറമ്പു തിരിഞ്ഞു കിഴക്കോട്ട് 2.5 കിലോമീറ്റർ ദൂരമുണ്ട്. ദൂരെ നിന്നു തന്നെ നോക്കിയാൽ കാണുന്ന പൊക്കമേറിയൊരു പാറ മൂടി. പാറയിൽ കയറി നിന്നു ചുറ്റും നോക്കിയാൽ ഒട്ടേറെ പ്രദേശം കണ്ടുപോകാം. ഇഞ്ചത്തൊട്ടിയിൽ ചെന്നാൽ കാണുവാനുള്ളത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലമാണ്. അമ്പമ്പോ എന്തോരു നീണ്ട പാലം പൊന്നെ, മനുഷ്യർ നടക്കുമ്പോൾ ആടും പാലം. തട്ടേക്കാടു ചെന്നാൽ കാണുവാനുള്ളത് വൻകാടുകളും നല്ല പുഴയുമാണ്. ആനകളും പാമ്പും പക്ഷി കുരങ്ങുകൾ മയിലാട്ടം കണ്ടു മടങ്ങിപ്പോരാ.